നമസ്കാരം. എജുത്രസിൻ്റെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലെ 25-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ദിവസമുള്ള ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആദ്യത്തെ ചോദ്യം, വൺ ട്രിക്ക് പോണി മീൻസ് എ പ്രോബ്ലം വിച്ച് ക്യാൻ ബി സോൾവ്ഡ് ഈസിലി, എ പേഴ്സൺ വിത്ത് ഓൺലി വൺ ടാലൻറ്റ് ഓർ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്, a tricky and cunning person, a secret trick to solve a difficult problem. ഉത്തരം, a person with only one talent or area of expertise. One trick pony എന്നാൽ ഒരേ ഒരു കഴിവ് മാത്രം അല്ലെങ്കിൽ ഒരേ ഒരു മേഖലയിൽ മാത്രം കഴിവുള്ള ആൾ. To burn a bridge means in a difficult situation, in a clueless situation, to hinder someone's plans, to ruin a relationship irreversibly. ഉത്തരം, to ruin a relationship irreversibly. അതായത് പാലം കത്തിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചു പോകാൻ സാധിക്കില്ല. ആ ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നശിപ്പിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. To get your wires crossed, to misunderstand another person, to ruin things, to make things complicated, to tie something very tightly. ഉത്തരം, to misunderstand another person. To get your wires crossed എന്നാൽ മറ്റൊരാളെ തെറ്റിദ്ധരിക്കുക. A perfect storm indicates a situation which causes less harm, a very good weather, the worst possible situation, a very bad weather. ഉത്തരം, the worst possible situation. അതാണ് പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിയതിനെ പാമ്പ് പിടിക്കുക എന്നുള്ളൊരവസ്ഥയില്ലേ, അതുപോലെ ഉള്ളൊരവസ്ഥയാണ് എ പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ട് പൂർത്തിയായി എന്ന് നമ്മൾ പറയാറില്ലേ, പെർഫെക്റ്റ് ആയി. സ്റ്റോം എന്നാൽ ഒരു കൊടുങ്കാറ്റും മഴയൊക്കെ ഒന്നിച്ചു വരുന്ന ആ ഒരവസ്ഥ. To be on thin ice, to be in a risky situation, to be in a cold situation, to be in a comfortable position, to be in a confused state. To be in a thin ice എന്ന് പറഞ്ഞാൽ to be in a risky situation. ഐസ് വളരെ തിന്നാണ്, എപ്പോൾ വേണേൽ പൊട്ടിപ്പോവാം. ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ തടാകമൊക്കെ മഞ്ഞ് ഉറഞ്ഞ് കിടക്കുന്ന കാണാം. അതിൽ തന്നെ നമുക്ക് നടക്കാൻ സാധിക്കും, പക്ഷേ എവിടെയെങ്കിലും തിന്നായിട്ടുള്ള ഏരിയ വന്നാൽ നമ്മൾ ചവിട്ടിയാൽ പൊട്ടി വെള്ളത്തിൽ വീഴും. അത് ഓർത്താൽ മതി. അതുപോലെ ഒരു റിസ്കി സിറ്റുവേഷൻ, തിൻ ഐസ്. Up in the air means spread rumor, about to happen soon, something that is uncertain, start a work enthusiastically. ഉത്തരം, something that is uncertain. Up in the air, ഇതുവരെ തീരുമാനമായിട്ടില്ല, എയറിലാണ്, താഴെ എത്തിയിട്ടില്ല, ഉറപ്പായിട്ടില്ല. Something that is uncertain. At the drop of a hat means admit defeat, immediately, wait for signal, in a good moment. ഉത്തരം, immediately ആണ്. At the drop of a hat, തൊപ്പി വീഴുന്ന അതേ സമയത്ത് തന്നെ, ഇമ്മീഡിയറ്റ് ആയിട്ട്. അഡ്മിറ്റ് ഡിഫീറ്റ് എന്നതിന് അർത്ഥമായി വരുന്ന മറ്റൊരു ഇഡിയം ഉണ്ട്, ഇതുപോലെ നമുക്ക് തോന്നുന്ന ഒരെണ്ണം. ടു ത്രോ ഇൻ എ ടവൽ, ടു ത്രോ ഇൻ എ ടവൽ, ടവല് എടുത്തെറിയുക, അത് അഡ്മിറ്റ് ഡിഫീറ്റ് ആണ്. ഇവിടെ അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി. എ ഡയമണ്ട് ഇൻ ദി റഫ് മീൻസ് എ പേഴ്സൺ റെസ്പെക്റ്റഡ് ബൈ എവരി വൺ, എ പേഴ്സൺ ഹു ഈസ് ജനറലി ഓഫ് ഗുഡ് ക്യാരക്ടർ ബട്ട് ലാക്സ് മാനേഴ്സ്, എഡ്യൂക്കേഷൻ ഓർ സ്റ്റൈൽ. A person who have all the abundances of life but is not peaceful. A position which is aspired by all. ഉത്തരം, a person who is generally of good character but lacks manners, education or style. കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ ഡയമണ്ട് ഇൻ ദി റഫ്. എല്ലാ കഴിവുകളും ഒക്കെ ഉള്ള ഒരാളാണ്, പക്ഷേ വിദ്യാഭ്യാസമോ സ്റ്റൈലോ മാനേഴ്സോ ഒന്നുമില്ല.
The idiom a dime a dozen means very important, very common, invaluable thing, very rare. A dime a dozen എന്ന് പറഞ്ഞാൽ very common ആണ്. When it rains, it pours. A rare coincidence. Everything is going wrong at once. Heavy rain with thunder. None of the above. ഉത്തരം everything is going wrong at once. When it rains, it pours. പെയ്യാൻ തുടങ്ങിയാൽ അത് പെരുമഴയാവുക. പറയുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാവുക. ഇടിവെട്ടിയാനെ പാമ്പ് കടിച്ചു. ഇതുമായി സാമ്യമുള്ള ഒരെണ്ണമാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്, പെർഫെക്റ്റ് സ്റ്റോം. അതും ഇതേ അർത്ഥം തന്നെയാണ്. എവറിത്തിങ് ഈസ് ഗോയിങ് റോങ് അറ്റ് വൺസ്. അപ്പോൾ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടാതെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ വരുന്നവർക്ക് ദിവസവും ലൈവ് ക്ലാസ്സുകളുണ്ട്, തികച്ചും സൗജന്യമാണ്. കൂടാതെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പം. കേരള PSC പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, അൺഅക്കാഡമിയിൽ അതിനായി സൗജന്യ ലൈവ് ക്ലാസുകൾ ലഭ്യമാണ്. കുറഞ്ഞ കാലം കൊണ്ട് സിലബസ് മുഴുവൻ വളരെ എഫക്റ്റീവായി കവർ ചെയ്യാനും പഠിച്ചവ പരിശോധിക്കാൻ ദിവസേന ടെസ്റ്റ് സീരീസുകൾ ചെയ്തു നോക്കുവാനും അൺഅക്കാഡമിയിലൂടെ കഴിയും. കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പുറമെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിലൂടെ അവരുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനും കഴിയുന്നു. അൺഅക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വം നൽകുന്ന ബാച്ച് കോഴ്സുകളാണ്. ഓരോ പരീക്ഷകൾക്കും അതാത് സിലബസ് അനുസൃതമായി തയ്യാറാക്കിയ ബാച്ച് കോഴ്സുകൾ ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ സഹായിക്കും. മാറിയ PSC പാറ്റേൺ അനുസരിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതികൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി സൗജന്യമായി രജിസ്റ്റർ ചെയ്യുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കേരള PSC സെലക്ട് ചെയ്യാൻ മറക്കേണ്ട. ഇനി എഡ്യൂട്രസ് 10 എന്ന അൺലോക്ക് കോഡ് ഉപയോഗിച്ച് സൗജന്യ ലൈവ് ക്ലാസുകൾ കണ്ടു തുടങ്ങാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.